ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന ചെറിയ ഭരണി വെച്ചിട്ട് അടിപൊളി ഫിഷ് ടാങ്ക് സെറ്റപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഇതിൽ ഫൈറ്റർ ഫിഷ് ടാങ്ക്, ബെറ്റ ഫിഷ് ടാങ്ക് സെറ്റപ്പാണ് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അതിനെ നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കി പിന്നെ പ്ലാന്റ്സ് വെക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് മണ്ണും കുറച്ച് വാരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ മണ്ണിൻ്റെ മേലെയായിട്ട് ചെറിയ കല്ലുകളും കൂടെ നമ്മൾ കഴുകി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണത് വെള്ളം കലങ്ങാണ്ടിരിക്കാനും പിന്നെ ഇത് നല്ല ഭംഗിയാണ് നമ്മുടെ അക്വേറിയത്തിൽ കൂടെ കാണാൻ. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെടി നടാൻ പോകണ്ടതിൽ. അപ്പോൾ നമ്മുടെ റോളക്സിൻ്റെ അക്വേറിയത്തിൽ നിന്നാണ് നമ്മൾ ചെടി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റോളക്സിനെ പറ്റി പറയാൻ വെച്ചാൽ അവനിപ്പോൾ ഇത് നല്ലോണം നമ്മളായിട്ട് ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിരലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ അതേ നമ്മൾ ചെടി അതിൽ നിന്ന് എടുത്ത്, അപ്പോൾ ചെടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം കണ്ടത്, അതുമ്പോൾ നിറച്ച് ഞാൻ ഉനിക്കയുടെ മുട്ടകൾ ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ അക്വേറിയം സെറ്റപ്പിൽ ഭംഗി കളയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ തുടച്ച് കളഞ്ഞിട്ടാണ്. എന്നിട്ട് അടുത്തായിട്ട് നമ്മൾ അത് വെച്ച് കൊടുത്ത് പിന്നെ നമ്മുടെ ടാങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെള്ളം നിറച്ച്. അങ്ങനെ അതേ വെള്ളം നിറയ്ക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ വെച്ച കാരണം നമുക്ക് കലങ്ങാണ്ട് കിട്ടിയിട്ടാണ്. പിന്നെ അതേ അടുത്തായിട്ട് നമ്മൾ മീൻ എടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഫൈറ്റർ ഫിഷിനെയാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ അവനൊക്കെ നല്ല കണ്ടീഷനാക്കി വെച്ചേക്കാം കേട്ടോ. നമ്മുടെ ഈ ഫൈറ്ററിൻ്റെ ചോപ്പ കളറൊക്കെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം ഇപ്പോൾ ടാങ്കിൽ ഇത്തിരി കലങ്ങിയിരിക്കുക കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ആ വെള്ളം സെറ്റാവും. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫൈറ്ററിന് ഇടണം നമ്മൾ. അപ്പോൾ അതേ ഫൈറ്ററിനിട്ട് നല്ല ലുക്കായിട്ടാണ് ഗൈസ്. കണ്ടില്ലേ, വെള്ളം ഇപ്പോൾ ഇത്തിരി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സീനിൽ ഇതേ അടിപൊളിയായില്ലേ, എന്താ ലുക്ക്, സൂപ്പർ. അപ്പോൾ ഫൈറ്റർ ഫിഷിനൊക്കെ മേടിച്ച് ഈ വളർത്തണവരാണെന്ന് വെച്ചാൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ലുക്കാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.